പുഷ്പ 2 ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ അല്ലു അർജുന് ജാമ്യം. ഹൈദരാബാദ് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നു. മനു, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ലക്ഷ്മി, പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ തിരക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അല്ലു അർജുന് സ്ഥിരജാമ്യം അനുവദിച്ചിട്ടുള്ളത്. വിചാരണ കോടതിയായ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ സ്ഥിരജാമ്യം അനുവദിച്ചത്. 50,000 രൂപയും 2 ആൾ ജാമ്യവും എന്നീ 2 വ്യവസ്ഥകളാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ തെലങ്കാന ഹൈക്കോടതി താരത്തിന് ജനുവരി ആദ്യ ആഴ്ച വരെ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കേസിൽ അല്ലു അർജുന് സ്ഥിരജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഡിസംബർ 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന സ്ത്രീയാണ് മരിച്ചത്. സംഭവത്തിൽ സന്ധ്യ തിയേറ്റർ ഉടമ, മാനേജർ, സെക്യൂരിറ്റി ഇൻചാർജ് എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ അല്ലു അർജുനെതിരെയും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് വിചാരണ കോടതി താരത്തെ റിമാൻഡ് ചെയ്തുവെങ്കിലും തെലങ്കാന ഹൈക്കോടതി 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസിൽ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. സന്ധ്യ തിയേറ്ററിലുണ്ടായ അപകടത്തിൽ തനിക്ക് പങ്കില്ലെന്നും പോലീസിന്റെ അനുമതിയോടെയാണ് ഈ ഷോ കാണാനെത്തിയതെന്നുമായിരുന്നു നടന്റെ വാദം. അതേസമയം അനുമതി ഇല്ലാതെയാണ് തിയേറ്ററിൽ താരം എത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ നടന്റെ സാന്നിധ്യമാണ്, തിയേറ്ററിൽ നടന്റെ സാന്നിധ്യമാണ് തിരക്ക് അനിയന്ത്രിതമാക്കിയതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഹൈദരാബാദ് പോലീസ് കോടതിക്ക് കൈമാറിയിരുന്നു. കേസിൽ അല്ലു അർജുൻ ഉൾപ്പെടെ 17 പ്രതികളാണുള്ളത്. ലക്ഷ്മി. നാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖിലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.